ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുള്ളത്തിയാറിനെ കുറിച്ചുള്ളതാണ്. കടമത്ത് ദ്വീപിലെ വളരെ പ്രശസ്തമായ ഒരു ബീച്ചാണ് മുള്ളത്തിയാർ. ബീച്ച് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതൊരു വിനോദസഞ്ചാര കേന്ദ്രമെന്ന്. ഒരിക്കലുമല്ല. പക്ഷേ കടമത്ത് ദ്വീപിൽ അറിയപ്പെട്ട ഒരു ബീച്ച് തന്നെയാണ് മുള്ളത്തിയാർ. ഈ മുള്ളത്തിയാർ എന്ന് പറയുന്ന ബീച്ചിന് മുള്ളത്തിയാർ എന്നുള്ള പേര് വരാൻ തന്നെ ഒരു കാരണമുണ്ട്. അതായത് 1960 കാലഘട്ടങ്ങളിൽ നമ്മുടെ ഗവൺമെൻറ് ബിൽഡിങ്ങുകൾ കെട്ടിപ്പടുത്തുന്ന സാഹചര്യത്തിൽ നമുക്ക് കാർപ്പൻറ്ററെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഗവൺമെൻറ് എന്ത് ചെയ്തു? തമിഴ്നാട്ടിൽ നിന്ന് 3 കാർപ്പൻറ്റർമാരെ കടമത്തിലേക്ക് കൊണ്ടുവന്നു. സുബ്ബയ്യ, മുത്തയ്യ, രാമയ്യ എന്നറിയപ്പെടുന്ന ഈ 3 കാർപ്പൻറ്റർമാർ വന്ന് താമസിച്ചത് ഈ മുള്ളത്തിയാർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ആ മുള്ളത്തിയാറിൽ ഒരു ഷെഡ് കെട്ടി അവർ കാർപ്പൻറ്റർ വർക്ക് ചെയ്തു വരികയായിരുന്നു. അപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള മുത്തയ്യയുടെ അമ്മ അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. ആ സ്ത്രീ വളരെ മെലിഞ്ഞിട്ട് മുള്ളുപോലെയായിരുന്നു. അപ്പോൾ ദ്വീപുകാർ ആ സ്ത്രീയെ വിളിച്ചിരുന്നത് മുള്ളത്തിയുമ്മ എന്നാണ്. ആ മുള്ളത്തിയുമ്മയുടെ ആറ് എന്നുള്ള അർത്ഥത്തിലാണ് പിന്നീട് മുള്ളത്തിയാർ എന്നറിയപ്പെടുന്നത്. വർഷകാലഘട്ടത്തിൽ കടമത്ത് ദ്വീപിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഓടം പുറംകടലിലേക്ക് പോകുന്നത് ഈ മുള്ളത്തിയാറിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് മുള്ളത്തിയാറിൽ നിന്നാണ് വർഷകാലത്ത് നമുക്ക് ആവശ്യമായ എല്ലാതരം മീൻ, അത് കൊക്കമാവട്ടെ, തളയമാവട്ടെ, പറവയാവട്ടെ, ചൂരയാവട്ടെ, ഓലമീനാവട്ടെ, എന്ത് മീനായാലും അത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഈ ബീച്ചിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ബീച്ച് വളരെ പ്രശസ്തമാണ്. കടമത്ത് ദ്വീപിലുള്ളവരും മറ്റ് ദ്വീപുകളിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്നവരും ഒരു പ്രാവശ്യമെങ്കിലും മുള്ളത്തിയാറിൽ പോയിരിക്കും. അത് ഉറപ്പാണ്. കാരണം അത്രക്കും പേരുകേട്ട ബീച്ച് കൂടിയാണ് മുള്ളത്തിയാർ. അപ്പോൾ ഇനി മീൻ ആവശ്യം വരുമ്പോൾ തീർച്ചയായിട്ടും മുള്ളത്തിയാറിൽ പോവുക, മീൻ വാങ്ങിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇത്തരം വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കുക.